നമസ്കാരം. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് ഗോൾ എസ് ഐ പി, നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ഈ ഗോൾ എസ് ഐ പി പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും, അത് എസ് ഐ പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ച് നാളെ ശേഷം ആ ഒരു എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഗോൾ എസ് ഐ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ലക്ഷ്യം ഫിക്സ് ചെയ്യും, അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുകയും അത് ആ ലക്ഷ്യം എത്തുന്നത് വരെ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് തുടരാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നു. സപ്പോസ് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ റിട്ടയർമെന്റിന് വേണ്ടി, ഒരു വിദേശ യാത്ര നടത്തുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് പല ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു ഫിനാൻഷ്യൽ എമൗണ്ടിന്റെ ഒരു ടാർഗറ്റ് നമുക്ക് വരാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു എസ് ഐ പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാതെ എന്ത് സ്ട്രഗിൾ വന്നാലും നമ്മൾ ആ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യുകയും ആ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മള് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എസ് ഐ പി എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്. പക്ഷെ നമുക്കൊരു യാത്രയിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും, അത് തന്നെയാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വർഷത്തിന് ശേഷം ഒരു 25 ലക്ഷം രൂപയുടെ ഒരു എഡ്യൂക്കേഷൻ ആവശ്യം വരും. അപ്പോൾ നമുക്ക് വേണ്ട എമൗണ്ട് നമ്മൾ 25 ലക്ഷം രൂപ 15 വർഷമുണ്ട്. അപ്പൊ ഈ 15 വർഷം കൊണ്ട് എങ്ങനെ നമുക്ക് ആ 25 ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള എസ് ഐ പി എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യും. ആ എമൗണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടക്കാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ലൈഫിലുണ്ടാവുന്ന വെൽത്ത് ക്രിയേഷൻ ആകാം, നല്ലൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്നതിനോ, അപ്പൊ ഇതിനൊക്കെ നമ്മളുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനും, അത് ലോങ് ടേമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നവരെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് സ്റ്റോപ്പ് ചെയ്യാതെ നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാകുകയും അതിനനുസരിച്ചുള്ള എസ് ഐ പി പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.